പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിത പടകിൽ കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ വലിയ ചുഴലിക്കാറ്റും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരമാലകളും വരത്തില്ല എന്നില്ല, എല്ലാം ഉണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിത പടക് മുങ്ങിപ്പോകുവാനോ തകർന്നു പോകുവാനോ ദൈവം അനുവദിക്കുകയില്ല. മറിച്ച് വലിയ ശാന്തതയും സമാധാനവും നൽകി നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 37-38 വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. പ്രീതി മക്കളെ, അതിൻ്റെ മുന്നിലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവാണ് അവരോട് പറയുന്നത്, നാം അക്കരയ്ക്ക് പോകാം. യേശുവിൻ്റെ വാക്കനുസരിച്ച് യേശുവിനോടൊപ്പമാണ് ഇവർ കടലിൽ യാത്ര ചെയ്യുന്നത്. അതെ, നമ്മുടെ ജീവിത പടവും ലോക ജീവിത യാത്രയിൽ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് യേശുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ സ്വന്തം വഴികളിലല്ല, യേശുവിനോടൊപ്പം ആ ദൈവസാന്നിധ്യത്തോട് ചേർന്നാണ് നാം ഓരോ നാളും മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അങ്ങനെ യേശുവുമായി ഈ ശിഷ്യന്മാർ പോകുമ്പോൾ പെട്ടെന്ന് വലിയ ചുഴലിക്കാറ്റുണ്ടാകുന്നു. അത് ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത്. ഇവിടെ പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. തിര തള്ളിക്കയറുന്ന അവസ്ഥ, അതായത് മുങ്ങുമാറാകുകയുള്ളൂ. തിര തള്ളിക്കയറുന്നത് പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകമാനം ആട്ടി ഉലയ്ക്കുമ്പോൾ ഇവിടെ ശിഷ്യന്മാർ ഭയന്നുപോയി, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. യേശു അവിടെ ഉണ്ട്. യേശു തലയണ വെച്ച് അമരത്ത് ഉറങ്ങുകയായിരുന്നു. അവർ ഉണർത്തിയിട്ട് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആർക്കും ഒരു മനസ്സലിവ് തോന്നുന്നില്ലല്ലോ, ആർക്കും ഒരു വിചാരം നമ്മെക്കുറിച്ച് തോന്നുന്നില്ലല്ലോ, ദൈവത്തിന് പോലും നമ്മെക്കുറിച്ചൊരു വിചാരമില്ല, ദൈവം പോലും കണ്ണു തുറക്കുന്നില്ല, ദൈവം പോലും നമ്മെ കൈവിട്ടു എന്ന് പലപ്പോഴും പറയുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ യേശുവിനൊരു സമയമുണ്ട്. നിശ്ചയമായിട്ട് യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര തിര തള്ളിക്കയറിയാലും വലിയ ചുഴലിക്കാറ്റുണ്ടായാലും മുങ്ങുമാറായെന്ന് തോന്നിയാലും മുങ്ങത്തില്ല, തകർന്നു പോകത്തില്ല. കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്. അങ്ങനെ യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ഉടനെ കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ വലിയ ചുഴലിക്കാറ്റിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനാണ്? വലിയ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കേണ്ടതിനാണ്. ചിലത് അനങ്ങാതിരിക്കുവാനും അടങ്ങുക എന്നും കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ സകല പ്രതിസന്ധികളും അവസാനിക്കും, ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. ആയതിനാൽ നമ്മെക്കുറിച്ച് വിചാരിക്കുന്നൊരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് ഞങ്ങൾ തകർന്നു പോകത്തില്ല, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും, താളടിയാകുവാൻ ദൈവം ഇടയാക്കത്തില്ല എന്ന വിശ്വാസത്തോടുകൂടെ സ്തോത്രം, അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികളായി ആ സ്വർഗീയ തുറമുഖത്തെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിത പടകിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച്, അങ്ങയുടെ ഹിതമനുസരിച്ച് ഓരോ നാളും അങ്ങയോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനാൽ എത്ര ചുഴലിക്കാറ്റും തിര തള്ളിക്കയറുന്ന അവസ്ഥകളും കോളും കർത്താവെ കൊടുങ്കാറ്റും ഉണ്ടായാലും കർത്താവെ, കാറ്റ് അടങ്ങുക, സ്തോത്രം, ശാന്തമാകുക എന്ന് പറഞ്ഞ് വലിയ ശാന്തത ഉണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന, ഞങ്ങളെ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്ക് ഒളിച്ചിരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ സംശയിക്കാതെ വിശ്വാസത്തോടെ മുന്നേറുവാൻ സഹായിക്കണം. അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.